Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Vein Miracles. This program is brought to you by DXN. ഒരേ തമാശയോർത്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും കരയുന്നത്? ഫോക്കസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. ആയുർവേദ ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് അജ്മാനിലെ ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്ററിലാണ്. ഇവിടുത്തെ ഡോക്ടേഴ്സിനെയും ഒപ്പം ഇവിടുത്തെ ട്രീറ്റ്മെന്റ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. അജ്മാനിലെ ആയുർവേദ ബ്രാഞ്ചിലെ ഡോക്ടർ ശ്രീനാഥാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ഏത് മേഖലയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് ഓർത്തോപെഡിക് കണ്ടീഷൻ, അതായത് ഇപ്പോൾ സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, കഴുത്തിൻ്റെ ലോ ബാക്ക് സ്പോണ്ടൈലോസിസ്, അതേപോലെ ജോയിൻറ്റ് ഇഷ്യൂസ്, നമ്മുടെ ആർത്രൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ, ടെന്നീസ് എൽബോ, പ്ലാന്റർ ഫിഷ്, ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് കൂടുതലായിട്ടും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആയുർവേദയിലെ അജ്മാൻ ബ്രാഞ്ചിൽ കൂടുതലായിട്ടും എൻക്വയറീസ് വരുന്ന ഏത് കണ്ടീഷൻസിനാണോ അല്ലെങ്കിൽ ഏത് രോഗങ്ങൾക്കാണ്? നമ്മൾ ആയുർവേദത്തിൽ മെയിനായിട്ടും, അതായത് നമുക്ക് ആയുർവേദത്തിൽ മെയിനായിട്ടും വരുന്നത് ഈ ബോൺ അല്ലെങ്കിൽ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. അപ്പോൾ അതിൽ ഇവിടെ സെയിം ഏകദേശം അതേപോലുള്ള കണ്ടീഷൻസിലാണ് കൂടുതലും എൻക്വയറീസ് വരാറുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സ്കിൻ കണ്ടീഷൻസിൽ. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ കൂടുതലും ഡ്രൈനസിൻ്റെ കൊണ്ടും സോറിയാസിസ്, എക്സിമ, പിന്നെ പിമ്പിൾസിൻ്റെ, ഡാൻഡ്രഫ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കൂടുതലായിട്ട് നമുക്ക് വരാറുണ്ട്. നോർമലി എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്, നമ്മുടെ ആയുർവേദത്തിൽ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ അല്ല എന്നുള്ളത്. അങ്ങനെയാണോ? എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിൽ ഇല്ല എന്നുണ്ടോ? ഇല്ലില്ല, നമ്മൾ ഇവിടെ എല്ലാ ചികിത്സകളും, അതായത് ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചികിത്സകളും നമ്മളിവിടെ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട്. കൂടുതലും പ്രവാസികൾ നമ്മൾ അവധിയൊരു സമയം ഈ അസുഖം ചികിത്സിക്കാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ പോകുന്ന ഒരു മാസം വെക്കേഷൻ നാട്ടിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പോവുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കംപ്ലയിൻറ്റ്, എൻ്റെ ഒരു അവധി ഫുള്ളായിട്ട് ഇതിനായിട്ട് പോയി, വേറെ ഒരു കാര്യത്തിനും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കൺഫ്യൂഷൻസിൻ്റെ കാര്യമില്ല. നമുക്ക് ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും, നമ്മൾ ആയുർവേദയിൽ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് കവേർഡ് കൂടിയാണ്. അതെ, ഇൻഷുറൻസ് കവേർഡാണ്, റീഇംബേഴ്സ്മെന്റ് ബേസിസിൽ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലും എല്ലാ ബ്രാഞ്ചിലും ഇത് പറയുമായിരുന്നു. കാരണം മുന്നേ ഒന്നും ഇത് അവൈലബിൾ അല്ലായിരുന്നല്ലോ, ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് പലർക്കും, ഒരുപാട് പേർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും അറിയില്ല. എങ്കിലും ആയുർവേദയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടവരുടെ എല്ലാ ബ്രാഞ്ചസിലും ഇൻഷുറൻസ് കവേർഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ തരം ഇൻഷുറൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓരോ സീസണും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റിന്റെ തിരക്കായിരിക്കും. അതെ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ജോയിൻറ്റ് പെയിൻ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ മസാജും കിഴികൾ പോലുള്ള ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്ത് സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മളിപ്പോൾ മെഡിസിൻസ് യൂസ് ചെയ്യുന്ന അതിനനുസരിച്ച് കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അതെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയുർവേദയുടെ അജ്മാൻ ബ്രാഞ്ചിലെ ഡോക്ടർ അഞ്ജലിയാണ്. നമസ്കാരം ഡോക്ടർ. ഏത് മേഖലയിലാണ് ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? കൂടുതലും GIT, അതായത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ സ്കിൻ കെയർ, ബ്യൂട്ടി കെയർ, ഹെയർ കെയർ, അങ്ങനെയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ ഒത്തിരി കേട്ട് വരുന്ന ഒരു വാക്കാണ് വെൽനസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് പറയാം. ഓക്കെ, അതായത് ട്രീറ്റ്മെന്റ് കണ്ടീഷൻസിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് വെൽനസ് പാക്കേജസ് എന്ന് പറയുന്നത്. അതൊരു ഫുൾ ബോഡി പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അത് ചിലവർക്ക് ഹെയർ കെയർ ആയിട്ട് അങ്ങനെ കിട്ടുന്നു, പിന്നെ അല്ലാതെ ഫുൾ ബോഡി ജോയിന്റ് കെയർ ആയിട്ട്. വേറെ പെയിനും കാര്യങ്ങളും ഉണ്ടാവില്ല, പക്ഷെ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ സീസണൽ വൈസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിന്റർ സീസൺ ഒക്കെ ആകുമ്പോൾ അങ്ങനെ അതിനനുസരിച്ചുള്ള വെൽനസ് പാക്കേജസ് നമ്മൾ, അതെ, വെൽനസ് കെയർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു കൺസൾട്ടേഷൻ കൊടുക്കും. അതെ, ആ ഒരു വരുന്ന ആൾക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് സ്യൂട്ടബിൾ ആണോ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ പേഷ്യന്റിന്റെ അതെ, ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, അവർക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെങ്ങനെയാണ് ഡാൻഡ്രഫ് കെയർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? അതിപ്പോൾ വൺ ഡേ ട്രീറ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഉണ്ടോ? എന്തെങ്കിലും ആയുർവേദിക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇന്ന ഫുഡ് കഴിച്ചുകൂടാ, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടോ, എന്താണെന്ന് പറയാമോ?
അതെ, നമ്മളത് ഡെയിലി ആയിട്ട് വന്ന് ചെയ്യുന്ന ഒരു സെഷനല്ല, വീക്ക്ലി വൺസ് ഒരു 6 സെഷനായിട്ടാണ് കൊടുക്കുന്നത്. ഹെയർ പാക്കും ധാര പോലുള്ള ട്രീറ്റ്മെൻറ്റ് സെഷൻസ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസ് ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1 വീക്ക് 2 വീക്ക് മെഡിസിനും കൂടി സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഈ ഒരു തണുപ്പ് ടൈം ആയതുകൊണ്ട് തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി എൻക്വയറീസ് ആയിരിക്കും അല്ലേ വരുന്നത്. ഇപ്പൊ അജ്മാലിലെ ബ്രാഞ്ചിനെ കുറിച്ച് പറയാൻ റീസെന്റ് ഓപ്പൺ ആയിട്ടുള്ളതാണ് അല്ലേ? അതെ, ഇപ്പോൾ 3 months കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരുടെയും ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ പോലും ഇത് എവിടെയാണെന്നുള്ള കറക്റ്റ് ഒരു ലൊക്കേഷൻ ഒന്ന് പറയാമോ? നമ്മൾ അൽബസ്ഥാനിലാണ്. അൽബസ്ഥാൻ ബസ് സ്റ്റേഷന്റെ ബിഹൈൻഡ് ആയിട്ടാണ് വരുന്നത്. എന്തായാലും എല്ലാവരും ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അജ്മാലിലുള്ള ഈ ഒരു ആയുർമന ആയുർവേദിക് വെൽനസ് ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് എത്തുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അജ്മാലിലെ ആയുർമന ആയുർവേദിക് പഞ്ചകർമ്മ സെന്ററുമായിട്ടുള്ള ഈ ഒരു സെഗ്മെന്റ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. UK വ്യത്യസ്തമായ ബിസിനസ്സുകളും ബിസിനസ്സുകാരെയും പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോർത്താംപ്ടണിലുള്ള സീ ഫിഷ് ഹബിലേക്കാണ് പോകുന്നത്. ഇതിനോടകം തന്നെ വൈറലായ ഈ സീ ഫിഷ് ഹബിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സീ ഫിഷ് ഹബിലേക്ക് സ്വാഗതം. UK മലയാളി നടത്തുന്ന ഒരു മീൻ കട ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇംഗ്ലീഷുകാരുൾപ്പെടെ എല്ലാവരും കാലത്ത് മുതൽ ബിസി ആയിരിക്കുന്ന ഷോപ്പാണിത്. ഞാനതിൻ്റെ ഉള്ളിലെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. മീൻ കച്ചവടം എന്താണെന്ന് ഇവിടെ വന്ന് കണ്ടുപഠിക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അത്രമാത്രം റഷാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒഴിവുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനുകളും ഇവിടെ ഫ്രഷായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിപ്പോൾ അയിലയായാലും ചാളയായാലും കരിമീനായാലും കൊഞ്ചായാലും ആവൂലിയായാലും മത്തിയായാലും കക്കയായാലും ഞണ്ടായാലും കൊഴുവയായാലും ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് ഇവിടെ മലയാളി കസ്റ്റമേഴ്സ് മാത്രമല്ല, ഇംഗ്ലീഷുകാരുണ്ട്, എല്ലാ ലോകത്തിൻ്റെ ഇവിടെ ജീവിക്കുന്ന എല്ലാ ആളുകളും രാവിലെ മുതൽ ഇവിടെ നല്ല ബിസി ആയിരിക്കും. എല്ലാവർക്കും വളരെ ഫ്രഷായിട്ട് മീൻ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈവൻ ജീവനുള്ള മീൻ പോലും ഇവിടെ നിന്ന് കിട്ടും. അത് വെറുതെ കിട്ടുക മാത്രമല്ല, അത് നല്ല ക്ലീനാക്കി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വളരെ കറക്റ്റായിട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇന്ന് UK നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ബിസിനസ് നടത്തുന്നത് ഈ സീ ഫിഷ് ഹബ്ബ് തന്നെയാണ്. ഏറ്റവും ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ UK വരാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് സീ ഫിഷ് ഹബ്ബ് എന്നുള്ളത്. ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ കാണാം. അത്ര ബിസിയാണ്. ഇവിടെ ഒരുപാട് സ്റ്റാഫുണ്ട്, എന്നാൽ പോലും മാനേജ് ചെയ്യാൻ കഴിയാത്ത അത്രയും ബിസിയാണ്. നാട്ടിൽ മീൻ കച്ചവടം നടത്തുമ്പോൾ ഇത്രയും ബിസി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ മീൻ ബിസിനസ് ഒരു അടിപൊളിയാണ്. അപ്പോൾ മീൻ മാത്രമേ ഉള്ളൂ, വേറെ ഇവിടെ മീൻ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നാടൻ പോത്ത്, ആട്ടിറച്ചി, കോഴി, അതുപോലെ തന്നെ നമ്മുടെ പന്നിയിറച്ചി, കാട്ടുപന്നി, മുയൽ, മാനടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന തവളക്കാലടക്കം നമ്മുടെ ഈ കടകളിൽ ലഭിക്കും. എന്ന് പറഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന സർവ്വതും നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. A to Z സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മുടെ മലയാളികൾക്ക് കൊടുക്കും. നാട്ടിൽ നിന്ന് ഇവിടെ മലയാളികൾക്ക് മിസ്സാകുന്ന
എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അല്ല, അപ്പം നിങ്ങൾ മാത്രം കച്ചവടം ചെയ്യുള്ളൂ, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ നോക്കിയാൽ നിങ്ങൾ സഹായിക്കുമോ? ഉറപ്പായിട്ടും 100% ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ അടുത്തുനിന്ന് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എടുത്തു കൊടുത്ത് വിടുന്നുമുണ്ട്. അപ്പോൾ കച്ചവടം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. 100% ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ 100% ജെന്യൂനായിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. I enjoy shopping from here. It's more like a little home away from home. Their fish is always fresh, and I get the quality of fish that I always wanted or do get right from home. I live by the shop back home, and this shop provides me the excellent type of fish. I get the quality grouper that I want at all times, and they are readily available, and I enjoy shopping here. അപ്പം നാട്ടിലെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോലെ കേട്ടോ. നമ്മൾ വെറുതെ പറയുന്നില്ല, ജീവനുള്ള മീൻ വരെ ഇവിടെ ഉണ്ട്. ഇനി പിന്നെ എന്താ, പോത്തിറച്ചി ഉണ്ട്, മാനിറച്ചി ഉണ്ട്, തവളക്കാലുണ്ട്, എന്താണ് ഇല്ലാത്തതെന്ന് പറയാനുണ്ടോ ബുദ്ധിമുട്ട്. അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. കൂടാണ്ട് നമുക്കാർക്കെങ്കിലും യു കെയിൽ ഇത്തരം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്ക് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ പോലെ A to Z സർവീസ് ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും, ഗൈഡ് ലൈൻ കിട്ടും, നല്ല സുഖസുന്ദരമായി ജീവിക്കാനുള്ള വഴി ഇവിടുത്തെ ആളുകൾ പറഞ്ഞു തരും ചെയ്യും. എല്ലാ കാര്യത്തിനും ഇവർ നിൽക്കുന്നുണ്ടെന്ന് എല്ലാ സർവീസിനും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നേരെ ഇങ്ങോട്ട് പോരെ നമ്മുടെ സീ ഫിഷ് ഹബ്ബ് നമുക്കൊരു ജീവിതമാർഗവും നല്ല ഫുഡ് കിട്ടാവുന്ന ഒരു അടിപൊളി സെൻ്ററാണ്. അപ്പോൾ ഇന്നത്തെ സീ ഫിഷ് ഹബിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു ബിസിനസ് വാർത്തയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പറക്കാട്ട് ജുവൽസിൻ്റെ കുറച്ച് ഏറ്റവും പുതിയ കളക്ഷൻസും, എന്നാൽ നമ്മളുടെ സാധാരണക്കാർക്കും ഇനി ആർക്കും ആയിക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഫങ്ഷൻസ് എല്ലാം വരുമ്പോൾ വേണ്ടി വരുന്ന കുറച്ച് അവശ്യ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണത്തിനൊക്കെ എന്താ ഒരു വില അല്ലേ. ഇപ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങി നമ്മളുടെ ഓരോ ഫംഗ്ഷനും അടിപൊളിയാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിക്കൊണ്ടിരിക്കുക. കാരണം ഫങ്ഷൻസ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾക്ക് ഗോൾഡിൻ്റെ വില അതേപോലെ ഉയരുന്നു. അപ്പോൾ അതിനൊക്കെ ഏറ്റവും പറ്റിയ ഒരു സൊല്യൂഷൻ നമ്മൾക്ക് മാറി കോസ്റ്റ്യൂം മാറുന്നതിനനുസരിച്ച് ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ യൂത്തിനൊക്കെ പറ്റിയ രീതിയിൽ ഇതേപോലെ സിമ്പിളായിട്ടുള്ള നെക്ലേസുകളുണ്ട്. ഇനി നമ്മളുടെ അമ്മമാരായിക്കോട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഒരു അല്പം കോടിയായിട്ട് താലിമാല മാത്രം പോരാ, ഒരല്പം വലിയ ഓർണമെൻറ്റ് വേണമെന്ന് തോന്നുമ്പോൾ ഇതേപോലുള്ള, ഇതിപ്പോൾ ഒരു മുസ്ലിം പാറ്റേണിൽ വരുന്ന നല്ല മാറ്റ് ഫിനിഷും റൂബി സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു നെക്ലേസാണ്. ഇനി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മളുടെ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള നെക്ലേസുകൾ. ഇനി കുറച്ചുകൂടെ സിമ്പിൾ ഷോർട്ടായിട്ടുള്ള നെക്ലേസ് വേണമെങ്കിൽ അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് അപ്പോൾ അമ്മമാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ബ്രൈഡ്സിനൊക്കെ നമ്മൾ നിറയെ മാലകൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഇടയിലെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള നെക്ലേസുകൾ ഉപയോഗിക്കാം. കരിമണിയിൽ തീർത്ത മാലകളുണ്ട്. അതായത് ഉണ്ടോ നമ്മളുടെ പേർഷ്യൻ അല്ലെ അറബിക് സ്റ്റൈലിൽ വരുന്ന നെക്ലേസുകൾ, ഇതെല്ലാം നമുക്കൊരു അറബിക് പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ട്രഡീഷണൽ കേരള മുല്ലമുട്ട് മാല. ഇനി സ്റ്റോണിൽ വരുന്ന നെക്ലേസുകളുണ്ട്. പിന്നെ ഇതേപോലുള്ള അല്പം ഡൈ വർക്ക് ചെയ്തിട്ട് അല്പം പൊലിമയൊക്കെ തോന്നുന്ന രീതിയിൽ സാരിയുടെ കൂടെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട നെക്ലേസുകൾ. നമ്മളുടെ സൂഫി നെക്ലേസ് അല്പം പോപ്പുലർ ആയിരുന്നു. ഇപ്പോൾ അത് ഒന്ന് ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ഇങ്ങനെ പുതിയ കളക്ഷൻസ് ആണല്ലോ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ നമ്മളുടെ യൂത്തിനൊക്കെ പറ്റിയ രീതിയിൽ ട്രെൻഡി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്റ്റൈലിലുള്ളൊരു സ്റ്റൈൽ നെക്ലേസ്. ഇനിയൊരു ആഡിലും പതക്കമൊക്കെ പോലെയുള്ള ഒരു ട്രഡീഷണൽ കളക്ഷൻ കാശുമാല,
മുല്ലമൊട്ടിൽ തന്നെ നമ്മൾ സ്റ്റോൺസ് സെറ്റ് ചെയ്തിട്ട് വരുന്നത്. ഇനി പേളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ, യൂത്തിനൊക്കെ പറ്റിയ രീതിയിൽ സിമ്പിൾ ഡ്രസ്സിങ്ങിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു ഒറിജിനൽ പേൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസ്. ഇതാ കണ്ടോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു സിമ്പിൾ, ഞങ്ങളുടെ കളക്ഷനിൽ ഇത് പറയുന്നത് മില്ലനിയം നെക്ലേസ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഇനി ലെയർ മാലകൾ, ഇതാ ഇത് കണ്ടോ, ലെയർ മാലകൾ വരുന്നുണ്ട്. അതിൻ്റെ ഫാഷനൊന്നും ഇപ്പോഴും ഔട്ടായിട്ടില്ല. ഇതേപോലുള്ള കാശ് വെച്ചിട്ടുള്ള, അടുക്ക് കാശ് വെച്ചിട്ടുള്ള മാലകൾ, പിന്നെ ഗാർണറ്റിൽ ചെയ്ത് അങ്ങനെ ഒരുപാട് കളക്ഷൻ നെക്ലേസുകൾ. നമുക്ക് ഇനി ഇതൊന്നും പോരാ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ അണിഞ്ഞിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ബ്രൈഡ് അണിഞ്ഞതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൽ. ഇനി തീർന്നിട്ടില്ല, നമ്മളുടെ ആവശ്യമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് ഈ നെക്ലേസസൊക്കെ റിട്ടേൺ കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള പാറ്റേൺസിലേക്ക് നമ്മൾക്ക് ഡയമണ്ടിൻ്റെ പോലെയുള്ള പാറ്റേണിൽ വരുന്ന ചെറിയ ചെറിയ പെൻഡൻറ്റുകൾ, ലോക്കറ്റ്സ്, റിങ്സ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബ്രൈഡ്സിൻ്റെ ടൈമിൽ, ബ്രൈഡായിരിക്കുന്ന ഒരു ടൈമിൽ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് പറക്കാട് ജ്വൽസിൻ്റെ ഏത് ഓർണമെൻറ്റ്സ് വേണമെങ്കിലും നമ്മൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ നെക്ലേസുകളെല്ലാം ഒരല്പം നമുക്ക് ഒരു അവശ്യവസ്തു അല്ലാന്ന് തോന്നിയാൽ അപ്പോഴും തിരികെ വീണ്ടും പറക്കാട്ടിലേക്ക് എത്താം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ നെക്ലേസ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി. Happy Land Amusement Park, Thiruvananthapuram. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ജീവിതം ഓരോ ദിവസവും ഒരു ശലഭത്തെ പോലെ പറന്നുയരാനുള്ളതാണ്. ലൈഫ് ഇസ് മെന്റ് ടു റൈസ് ഈച്ച് ഡേ ലൈക്ക് എ ബട്ടർഫ്ലൈ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കാലിക്കറ്റ്. സർ, എന്താ പേരെന്താ? എൻ്റെ പേര് കുഞ്ഞുമൊയ്തീൻ. ഓക്കെ, ഫുൾ ഫാമിലി ആണല്ലേ ഇത്? ഓക്കെ. മാം എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇയർ. പേരെന്താ? യേന. ഓക്കെ. മോളു എന്ത് ചെയ്യാ? ഞാൻ നയൻത്ത് പഠിക്കാം. ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ? പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഹാപ്പി ലാൻഡ് കേട്ടിട്ടുണ്ടോ? ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അവിടെ നമുക്ക് ഒത്തിരി ലാൻഡ് റൈഡ്സും ഉണ്ട്, വാട്ടർ റൈഡ്സും എല്ലാം ഉള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണത്. നമുക്കിവിടെ രാവിലെ ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ എത്തിയാൽ വൈകിട്ട് 5 o'clock വരെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെമ്പായത്തിനടുത്തുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ പോകാൻ താല്പര്യമുണ്ടോ? ഓക്കെ. എപ്പോഴെങ്കിലും ഇനി ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ഇത് ഹാപ്പി ലാൻഡിൻ്റെ പാസ്സാണ്, ഹാപ്പി ലാൻഡിൻ്റെ എൻട്രി ടിക്കറ്റ്സ് ആണിത്. അപ്പം ഷുവറായിട്ട് യു ഷുഡ് ബി കമ്മിങ്. ഓക്കെ. ഇനി നമുക്കൊരു കൊച്ചു ചോദ്യം ചോദിച്ചാലോ? ചുമ്മാതല്ല ഇത് തന്നത്. ഓക്കെ, ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഓക്കെ. ഇതിപ്പോൾ നല്ല മഴ പെയ്യാൻ പോവാണെന്ന് തോന്നല്ലേ? ഓക്കെ. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ നമുക്ക് താഴേക്കല്ല വരെ. അപ്പോൾ മുകളിലേക്ക് പോകണ എന്താ? ഭയങ്കര ടെക്നിക്കലായിട്ടല്ല, നമ്മളത് കുസൃതി ചോദ്യമാണ് ചോദിക്കണം. അപ്പോൾ ടെക്നിക്കലായിട്ട് ചിന്തിക്കാനേ പാടില്ല. നമ്മൾ ഈ ലെവലിലേക്ക് വരണം. എക്സാക്ട്ലി, ഈ ലെവലിലേക്ക് വരണം. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളിലെല്ലാം ഇങ്ങനെ താഴെ വരും. ആ സമയത്ത് മുകളിലേക്ക് പോകുന്ന ഒരേ സാധനമാണ്. എന്താണത്? നമ്മൾ പറ. മഴ വരുമ്പോൾ എന്ത് ചെയ്യും? എക്സാക്ട്ലി, കൊട. കൊടയാണല്ലോ നമ്മൾ തുറന്ന് മുകളിലേക്കല്ലേ വരണേ. ഓക്കെ, അത്രേ ഉള്ളൂ. കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ അത്രയാണ്. ഹായ്, എന്താ പേര്? എൻ്റെ പേര് പ്രശാന്ത് കുമാർ. ഓക്കെ.
ഇത് ഇനിയുണ്ടോ ഈ ടീമിൽ ആളുകള്? ഇനിയുണ്ടോ? എണ്ണിയാണ്ടിയാ തീരൂല. ഇത് എത്ര പേരാണിത്? 16 പേരുള്ള ഒരു ടീമിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ആദ്യം ഇരിക്കണുണ്ട്, ഞാൻ ചോദിക്കുക 2, 3, 4, 5 ഇതെങ്ങനെ പോയിക്കോ. 16 പേരുണ്ട് കേട്ടോ. ഇപ്പൊ 16 പേര് ഇവിടെ ഉണ്ടോ? കൈ വെക്കോ. 16 പേര് കൈ വെക്കോ. കുറച്ചു പേര് മുകളിലുണ്ട്, കുറച്ചു പേര് താഴെ കൈവെക്കാൻ താഴ്ത്തിക്കോളും. സാധാരണ കുട്ടികളുടെ അടുത്താണ് ടീച്ചേഴ്സ് കൈവെക്കാൻ പറയണത്. ഇതിപ്പോ ആദ്യമായിട്ടാണല്ലേ ഇത്ര കൈവെക്കാൻ പറയണ? എവിടുന്നാ വരുന്നത്? കണ്ണൂര് സ്കൂളാണോ? എന്താണ് സംഭവം? കടലായി സൗത്ത് യു പി സ്കൂൾ. കടലായി സൗത്ത് യു പി സ്കൂൾ. യു പി സ്കൂളിലെ ടീച്ചേഴ്സ് മാത്രം ഇറങ്ങി ഒളിച്ചു വന്നിരിക്കുകയാണ്. പിള്ളേരെവിടെ? കുട്ടികൾക്ക് എക്സാം ആയിട്ടുള്ള സമയത്ത് ടീച്ചേഴ്സും സ്റ്റാഫും ആയിട്ടുള്ളവര് അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് എവിടത്തെ ന്യായമെന്ന് നമുക്ക് പിള്ളേരോട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാരും കൂടി ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടോ? ട്രിവാൻഡ്രത്ത് ഹാപ്പി ലാൻഡ് കേട്ടിട്ടുണ്ടോ? ഹാപ്പി ലാൻഡ് കേട്ടിട്ടില്ല. വന്നില്ല. ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. അപ്പൊ അവിടെയും നമുക്ക് ലാൻഡ് റൈഡ്സ് ആൻഡ് വാട്ടർ റൈഡ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. പിള്ളേരെയും കൂട്ടി വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ അവിടേക്ക് വരിക. ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിന് കുസൃതി ചോദ്യമാണ്. അതിന് ആരെങ്കിലും ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ സമ്മാനം തരാം. അങ്ങനെ മതിയല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കാം. ദൈവമേ, എല്ലാം ടീച്ചേഴ്സാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്താണ്, അങ്ങനെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. അപ്പൊ ഒരു കണ്ണിലൂടെ എല്ലാം കണ്ട് ഉള്ളിലാക്കും. ആരാ? ക്യാമറ. ഞാൻ പോട്ടെ. ഇത് ശരിയല്ല, സ്ഥിരം ടീച്ചർമാരുടെ സ്വഭാവമാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞു തീരുന്നതിന് നിങ്ങൾ തന്നെ ഉത്തരം പറയേ. എന്നാലും കുഴപ്പമില്ല, ഇവർക്ക് സമ്മാനം കൊടുക്കാം. പിള്ളേരെ ഇത് പലഹാരല്ല, ഇത് കുടുംബ. ഇത് തിന്നാനുള്ള സാധനങ്ങളൊന്നല്ല. ഞാൻ കണ്ണൂർന്നല്ല കേട്ടോ. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു, ബൈ. ഇന്നത്തെ ഫോക്കസിന്റെ എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ഐ ഡി focus123@gmail.com. ഫോക്കസ് presented by Happy Land Amusement Park, തിരുവനന്തപുരം. Powered by Vain Miracles. This program is brought to you by DXN.